ആരായിരുന്നു ജമാലുദ്ദീൻ അഫ്ഗാനി? അദ്ദേഹത്തിൻ്റെ ആദ്യകാല ജീവിതം, ജനനം തുടങ്ങിയ കാര്യങ്ങളിലേക്ക് കണ്ണോടിച്ചാൽ അതൊരു പസ്സിലാണ്. അഫ്ഗാനി സ്വയം താനൊരു അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള സുന്നി മുസ്ലിം എന്നാണ് പരിചയപ്പെടുത്തുന്നതെങ്കിലും അതൊരു മിത്ത് അല്ലെങ്കിൽ സ്വയം ഒരു സുന്നി സമൂഹത്തിൻ്റെ ഭാഗമാണെന്ന് പരിചയപ്പെടുത്താൻ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി എന്നാണ് പല ആധുനിക ജീവചരിത്രകാരന്മാരും സൂചിപ്പിക്കുന്നത്. 1838 പേർഷ്യൻ ഗ്രാമമായ അസദാബാദിലാണ് അദ്ദേഹം ജനിച്ചത്. ആ ഒരു വൈജ്ഞാനികമായ ചുറ്റുപാടിൽ ടെഹ്റാനിലും നജഫിലെ ഷിയ സെമിനാരികളിലുമാണ് ആദ്യകാലത്ത് അദ്ദേഹം പഠിച്ചത്. പിന്നീട് അഫ്ഗാനി തൻ്റെ പഠനം തുടരാനായി ഇന്ത്യയിലേക്ക് സഞ്ചരിച്ചു. 1850കളിലാണത്. നന്നേ ചെറുപ്പത്തിൽ, ഏതാണ്ട് 12 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം അന്നത്തെ ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന ഇന്ത്യയിൽ എത്തിച്ചേരുന്നത്. അന്ന് ഇന്ത്യ പേർഷ്യൻ സമൂഹങ്ങളുടെ സ്വാഭാവികമായ ഇടങ്ങളിൽ ഒന്നായിരുന്നു. അടുത്ത 10 വർഷക്കാലം ബോംബെയിലും കൽക്കട്ടയിലുമായിട്ടാണ് അദ്ദേഹം ജീവിക്കുന്നത്. അതൊരു നിർണായകമായ കാലഘട്ടമായിരുന്നു. ജമാലുദ്ദീൻ അഫ്ഗാനി എന്ന വ്യക്തിയെ രൂപപ്പെടുത്തിയ, അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ രൂപപ്പെടുത്തിയ നിർണായകമായ ഒരു കാലം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിച്ച ചരിത്ര ദശാസന്ധി. ആ കലാപം കത്തിക്കേറുകയും നീറിപ്പടരുകയും ചെയ്യുന്നത് അതിനുശേഷം ബ്രിട്ടീഷുകാർ എങ്ങനെയാണ് അക്രമാസക്തമായ നിലയിൽ, ക്രൂരമായ നിലയിൽ ആ കലാപത്തെ അടിച്ചമർത്തിയത്, ഇതെല്ലാം അദ്ദേഹം നേർക്ക് നേരെ കണ്ടു. പടിഞ്ഞാറൻ അധിനിവേശത്തിന് എതിരായ പ്രതിരോധത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ആ ആഗോള രാഷ്ട്രീയം രൂപപ്പെടുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെയാണ്. ഈയൊരു രാഷ്ട്രീയ പശ്ചാത്തലമാണ് അതിന് നിർണായകമായ ഇന്ധനമായി തീരുന്നത്. പടിഞ്ഞാറൻ ശക്തികൾക്കെതിരെ, അവരുടെ അധിനിവേശങ്ങൾക്കെതിരെ ഏവരെയും ഉണർത്തുന്ന പ്രധാന മുസ്ലിം ശബ്ദമായി ജമാലുദ്ദീൻ അഫ്ഗാനി മാറിയതിൻ്റെ, ഇസ്ലാമിക നാഗരികതയ്ക്ക് നേരെ ഉയരുന്ന ഭീഷണികളെക്കുറിച്ച് ആശങ്കാകുലനായതിൻ്റെ അടിസ്ഥാനം എന്നും ആ ഓർമ്മകളിലേക്കാണ് അദ്ദേഹം ചേർത്ത് വെച്ചത്. ഇന്ത്യയെക്കുറിച്ചുള്ള ആ ഓർമ്മകൾ. ഇന്ത്യൻ മുസ്ലിങ്ങൾ മതപരമായ ഒരു ആൻറ്റി കൊളോണിയൽ ലാംഗ്വേജ് രൂപപ്പെടുത്തി തുടങ്ങിയ കാലമായിരുന്നു അത്. ഡൽഹി ഉറുദു അഖ്ബാർ പത്രത്തിൻ്റെ പത്രാധിപരായിരുന്ന മൗലവി ബക്കർ ഹിന്ദു പുരാണ കഥകളും ഖുർആനിക ആഖ്യാനങ്ങളും കൂട്ടിക്കലർത്തി ബ്രിട്ടീഷുകാർക്കെതിരിൽ ഒരു ഒറ്റ ശബ്ദമായി ഇന്ത്യ ഉയർത്തെഴുന്നേൽക്കുന്നതിൻ്റെ വിവരണം തുടരെ അദ്ദേഹം എഴുതിയിരുന്ന കാലം. പിന്നീട് 1857 കലാപത്തെക്കുറിച്ച് എഴുതുമ്പോൾ അഫ്ഗാനിയുടെ തൂലികയും സമാനമായിരുന്നു. എത്ര ആഴത്തിലായിരുന്നു, എത്ര സർവ്വവ്യാപിയായിരുന്നു അന്ന് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള രോഷമെന്ന് അഫ്ഗാനി ഓർക്കുന്നു. അതിന് എന്ത് സംഭവിച്ചു? ആ പാഠവും അഫ്ഗാനി ഒരിക്കലും മറന്നില്ല. എത്ര എളുപ്പത്തിലാണ് ബ്രിട്ടീഷുകാർ കലാപകാരികളെ അടിച്ചമർത്തിയത്, അവധ് രാജ്യം അവർ എങ്ങനെ പിടിച്ചെടുത്തു, ഇതെല്ലാം അദ്ദേഹം വിഷാദത്തോടെ ഓർക്കുകയും പിന്നീട് അതിനെക്കുറിച്ച് നിരന്തരമായി പറയുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാഷ തീവ്രമാണ്. അതിൽ ബ്രിട്ടനെ അദ്ദേഹം ഉപമിക്കുന്നത്, വിവരിക്കുന്നത് ഇങ്ങനെയാണ്: അതൊരു വ്യാളിയെപ്പോലെ ദശലക്ഷക്കണക്കിന് മനുഷ്യരെ വിഴുങ്ങി. ഗംഗയിലെയും ഇൻഡസ് നദിയിലെയും വെള്ളം മുഴുവനും കുടിച്ചു വറ്റിച്ചിട്ടും അതിന് ദാഹം അടങ്ങിയിട്ടില്ല. അത് മറ്റിടങ്ങളിലേക്ക് തിരിയുകയാണ്. നൈലും ഓക്സസും തേടി വരികയാണ്. ഇവിടെ ഈ ഒരു ക്രോധം, അതിൻ്റെ നിദാനം എന്താണ്? അതിൻ്റെ ഉത്തരം കുടികൊള്ളുന്നത് 1857 ഡൽഹി കലാപം അടിച്ചമർത്തപ്പെടുന്നതിൻ്റെ ക്രൂരമായ കാഴ്ചകൾക്ക് സാക്ഷിയാവേണ്ടി വന്ന അഫ്ഗാനി എന്ന യുവാവിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കലാപാനന്തരം വന്ന് ഡൽഹി നഗരത്തിൻ്റെ വലിയൊരു ഭാഗം തന്നെ ബ്രിട്ടീഷുകാർ നശിപ്പിച്ചു കളഞ്ഞു. മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്യുകയും നഗരത്തിൽ നിന്ന് ആട്ടി ഓടിക്കുകയും ചെയ്തു. 1859 വരെ അവരിൽ ഒരാളെപ്പോലും തിരികെ നഗരത്തിലേക്ക് പ്രവേശിക്കാൻ ബ്രിട്ടീഷുകാർ അനുവദിച്ചില്ല. വർഷങ്ങളോളം അങ്ങനെ അവരുടെ വീടുകൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ പ്രേതഭവനങ്ങൾ പോലെ കിടന്നു. ആ വീടുകളുടെ ഭിത്തികൾ പുല്ലുകൊണ്ടാണ് എന്ന പോലെ കാണപ്പെട്ടു എന്ന് മിർസ ഗാലിബ് പാടുന്നുണ്ട്. അതായത് ആ വീടുകൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ പുല്ലും മറ്റും പിടിച്ച അവസ്ഥയിലായിരുന്നു ഏറെ നാൾ ഉണ്ടായിരുന്നത് എന്ന് അത് സൂചിപ്പിക്കുന്നു. അന്ന് ഡൽഹി വിട്ട് ഭയചകിതരായി
ഓടിയ കുടുംബങ്ങളുടെ കൂട്ടത്തിൽ പിന്നീട് ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായി തീർന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ പൂർവ്വ പിതാക്കളും ഉണ്ടായിരുന്നു. അവർ മുഗൾ രാജ്യത്തിൻ്റെ ഉന്നത സെക്രട്ടറിമാർ, മുൻഷിമാരായി സ്ഥാനം വഹിച്ചവരായിരുന്നു. അവരുടെ വീടുകളും മറ്റും കൊള്ളയടിക്കപ്പെട്ടു. അവരുടെ പല ബന്ധുക്കളും വധിക്കപ്പെട്ടു. എന്നാൽ ബ്രിട്ടീഷുകാരുടെ പക പ്രധാനമായും കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് മുസ്ലിങ്ങളുടെ നേർക്കായിരുന്നു. ഹിന്ദു വിഭാഗങ്ങൾ സഹിച്ച ക്ലേശങ്ങൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെറുതായിരുന്നു എന്ന് പറയാൻ കഴിയും. എന്നാൽ കലാപം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം സമ്പൂർണമായ വിനാശമായിരുന്നു. ഈ 1857 ശേഷമുള്ള ഇന്ത്യയാണ് ജമാലുദ്ദീൻ അഫ്ഗാനിയെ രൂപപ്പെടുത്തിയത്. ഒരു മുസ്ലിം സാമ്രാജ്യം, അതിൻ്റെ സാമൂഹ്യ ഘടന, അവ തകർന്നടിയുന്നത് കൺമുന്നിൽ കണ്ടത്. ആ ഓർമ്മ വൈജ്ഞാനികവും സാംസ്കാരികവുമായ നവോത്ഥാനത്തിൻ്റെ ശബ്ദമായി നിറയാൻ ആ മനുഷ്യന് പിന്നീട് പ്രചോദനമായി. ഈ ഒരു പതനത്തിൽ നിന്ന് മുസ്ലിം നേതാക്കൾ പല വിധത്തിലുള്ള കൺക്ലൂഷൻസിൽ എത്തിച്ചേരുകയുണ്ടായി. ഉദാഹരണത്തിന് സർ സയ്യിദ് അഹമ്മദ് ഖാൻ, അദ്ദേഹം വിശ്വസിച്ചത് മുസ്ലിങ്ങളുടെ ഭാവി യൂറോപ്യൻ വിജ്ഞാനീയങ്ങളും ശാസ്ത്രവും ആർജിക്കുന്നതിലാണ് എന്നതാണ്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം ഒരിക്കലും അവസാനിപ്പിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം കരുതി. അവരെ പിന്തുണയ്ക്കുക, അതാണ് വഴി. പിന്നീട് ബ്രിട്ടീഷുകാരുടെ സപ്പോർട്ടോടുകൂടി തന്നെ പടിഞ്ഞാറൻ മാതൃകയിൽ ഒരു കോളേജ് അദ്ദേഹം അലിഗഡിൽ സ്ഥാപിച്ചു. പഠിക്കുക, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ മോട്ടോ. പാശ്ചാത്യ ജ്ഞാനങ്ങൾ, അതിൻ്റെ സ്റ്റൈൽ, മെത്തേഡ്സ് ഇവ പഠിക്കുക. ബ്രിട്ടീഷുകാരുമായി കൈകോർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നാണ് അദ്ദേഹം നോക്കിയത്. അത് ഒരു വഴിയായിരുന്നു. എന്നാൽ ജമാലുദ്ദീൻ അഫ്ഗാനിയുടെ വഴി വ്യത്യസ്തമായിരുന്നു. പാശ്ചാത്യ വിജ്ഞാനീയങ്ങൾ ആർജിക്കേണ്ടതിൻ്റെ ആവശ്യകത, അതിൻ്റെ കാര്യത്തിൽ അഫ്ഗാനിക്ക് സയ്യിദ് അഹമ്മദ് ഖാനിൽ നിന്ന് വേറിട്ട ഒരു അഭിപ്രായം ഉണ്ടായിരുന്നില്ല. 1879 അദ്ദേഹം ഇങ്ങനെ എഴുതുന്നുണ്ട്: അല്ലയോ കിഴക്കിൻ്റെ മകനെ, പടിഞ്ഞാറിൻ്റെ ശക്തി അവരുടെ വിജ്ഞാനീയങ്ങളിൽ നിന്നാണെന്ന് നിനക്ക് അറിയില്ലേ? നിന്റെ പതനം അതിൽ ഉപേക്ഷ കാണിച്ചതിൻ്റെ ഫലവുമാണ് എന്നറിയില്ലേ? അതായത് വിദ്യാഭ്യാസം, അതിന് പ്രാധാന്യം കൊടുക്കണം എന്ന് സർ സയ്യിദ് അഹമ്മദ് ഖാനെ പോലെ തന്നെ അഫ്ഗാനിയും കരുതി. അതേസമയം ബ്രിട്ടീഷുകാരോടുള്ള, കൊളോണിയലിസത്തോടുള്ള രാഷ്ട്രീയമായ എതിർപ്പാണ് അഫ്ഗാനിയെ വ്യതിരിക്തരാക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ സുവ്യക്തത കൈവരിക്കുന്നത് ഇന്ത്യയിലെ പോസ്റ്റ് 1857 അനുഭവങ്ങളിൽ നിന്നാണ് എന്ന് പറയാം. മുസ്ലിം ലോകത്ത് ഉടനീളം ഒരു ആൻറ്റി കൊളോണിയൽ തിങ്കർ എന്ന നിലയിൽ കൊളോണിയൽ വിരുദ്ധ ആദർശങ്ങൾ പ്രചരിപ്പിക്കാൻ, അതിനെ വിത്തുപാകാൻ അദ്ദേഹത്തെ പ്രാപ്തനാക്കിയതും അതാണ്. പിന്നീട് ഈജിപ്തിൽ വെച്ച് ബ്രിട്ടീഷുകാരെ ന്യായീകരിച്ച് സംസാരിച്ച ഒരാളോട് അഫ്ഗാനി ഇങ്ങനെ പറയുന്നുണ്ട്: അവരുടെ, അതായത് ഇംഗ്ലീഷുകാരുടെ ചരിത്ര പുസ്തകങ്ങൾ ദുരഭിമാനത്തിൻ്റെ, കള്ളത്തരത്തിൻ്റെയും തൂലിക കൊണ്ടാണ് രചിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യയെ സാംസ്കാരികമായി ഉയർത്താനും മോഡേണൈസ് ചെയ്യാനുമാണ് തങ്ങൾ വന്നിരിക്കുന്നത് എന്ന ബ്രിട്ടീഷുകാരുടെ ഒരു സ്ഥിരം പല്ലവിയുണ്ടല്ലോ, ആ വാദത്തെ അദ്ദേഹം കളിയാക്കി. തദ്ദേശീയ ഇന്ത്യൻ ഭരണാധികാരികൾ, അവർ അഴിമതിക്കാരായിരിക്കാം, എന്നാൽ അവർ ഇവിടുത്തെ സമ്പത്ത് കൊള്ളയടിച്ച് അത് ലണ്ടനിലേക്ക് കൊണ്ടുപോകുന്നവരല്ല. റെയിൽവേയോ ടെലിഗ്രാഫോ അവയൊക്കെ ബ്രിട്ടീഷുകാർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വ്യാപാര നേട്ടത്തിനും കൺട്രോളിനും വേണ്ടിയാണത്. ഏതെങ്കിലും വിധത്തിൽ തദ്ദേശീയരെ ഉയർത്താനോ അവരെ ഉദ്ധരിക്കാനോ വേണ്ടി ഉള്ളതായിരുന്നില്ല. പതിറ്റാണ്ടുകൾക്ക് ശേഷം ഒരുപക്ഷെ നെഹ്റു സമാനമായ വരികൾ എഴുതുന്നുണ്ട്: ഇന്ത്യയുടെ ജീവനാഡിയായി മാറിയ റെയിൽവേ നമ്മെ വരിഞ്ഞു മുറുക്കിയൊരു ഇരുമ്പ് ചങ്ങലയാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്ന് അദ്ദേഹം എഴുതി. അതുതന്നെയാണ് അഫ്ഗാനി പങ്കുവച്ച വികാരവും. 1860കളിൽ അഫ്ഗാനി ബ്രിട്ടീഷ് ഇന്ത്യ വിട്ടു. അലച്ചിലുകൾക്ക് ശേഷം പിന്നീട് നാം അദ്ദേഹത്തെ കാണുന്നത് അഫ്ഗാനിസ്ഥാനിലാണ്. ബ്രിട്ടനും റഷ്യയും അഫ്ഗാനിൽ അധികാരമുറപ്പിക്കാൻ ശ്രമം നടത്തുന്ന കാലം. 1868 കാണ്ഡഹാറിലും കാബൂളിലുമുള്ള ബ്രിട്ടീഷ് ഇൻ്റലിജൻസ് ഓഫീസർമാർ ഒരു കോൺഫിഡൻഷ്യലായ റിപ്പോർട്ട് അയക്കുന്നു. അഫ്ഗാനിൽ പ്രത്യക്ഷപ്പെട്ട നിഗൂഢനായ ഒരു അപരിചിതനെക്കുറിച്ചാണ് അത് പരാമർശിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ജമാലുദ്ദീൻ
അഫ്ഗാനി ഒരു പൊളിറ്റിക്കൽ ത്രില്ലറിലെ ഒരു കഥാപാത്രത്തെ പോലെയാണ് അദ്ദേഹത്തെക്കുറിച്ച് അവർ വിവരിക്കുന്നത്. വിളറിയ മുഖം, കൂർത്ത നീലക്കണ്ണുകൾ, മെലിഞ്ഞ ശരീരം, സദാ ചായ കുടിക്കുന്ന, അറബിയും തുർക്കിഷും പേർഷ്യനും ഫ്ലുവൻ്റായിട്ട് സംസാരിക്കുന്ന ഒരാൾ. കാഴ്ചയിൽ യൂറോപ്യൻ വസ്ത്രധാരണം, ജീവിത രീതികൾ. എന്നാൽ അയാൾ അപകടകാരിയായ ഒരു ആൻറ്റി ബ്രിട്ടീഷ് പ്രക്ഷോഭകാരിയാണ്, ഒരുപക്ഷെ ഒരു റഷ്യൻ ഏജൻറ്റ്, അവർ എഴുതി. അന്ന് ജമാലുദ്ദീൻ കാബൂളിൽ എന്തു ചെയ്യുകയായിരുന്നു? 1866 അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് പുറപ്പെട്ട് അഫ്ഗാനിൽ ഒരുപാട് യാത്രകൾക്ക് ശേഷം എത്തിച്ചേരുന്നത്. അന്ന് അഫ്ഗാനിസ്ഥാൻ ഒരു ആഭ്യന്തര യുദ്ധത്തിൽപ്പെട്ട് ഉഴറുകയായിരുന്നു. അവിടുത്തെ അമീറും അദ്ദേഹത്തിൻ്റെ അർദ്ധ സഹോദരനും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന അധികാര വടംവലി, ഒരു സിവിൽ വാർ. മുമ്പ് 1839 ഒരു ബ്രിട്ടീഷ് സൈന്യം കാബൂൾ പിടിച്ചെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് അവർ യുദ്ധത്തിൽ നാണം കെട്ട പരാജയം ഏറ്റുവാങ്ങുകയാണ് ചെയ്തത്. ബ്രിട്ടീഷുകാരുടെ വലിയൊരു പട തന്നെ നാമാവശേഷമായി. ഒരൊറ്റ ബ്രിട്ടീഷ് പട്ടാളക്കാരനും അയാളുടെ ക്ഷീണിച്ച കുതിരയും മാത്രമാണ് മടങ്ങിയെത്തിയത്, ബാക്കിയായത്. പിന്നീട് അതൊരു ഐക്കോണിക് ആയിട്ടുള്ള വിക്ടോറിയൻ പെയിൻറ്റിംഗ് ആയിട്ട് രൂപാന്തരപ്പെട്ടിട്ടുണ്ട്, റെമനൻസ് ഓഫ് ആൻ ആർമി എന്ന പേരിൽ. അതായത് അഫ്ഗാൻ ഒരിക്കലും കീഴടക്കാനോ ഭരിക്കാനോ എളുപ്പമുള്ള പ്രദേശമായിരുന്നില്ല. അതാണ് തൻ്റെ ആൻറ്റി കൊളോണിയൽ അജണ്ടകളുടെ പശ്ചാത്തലത്തിൽ ജമാലുദ്ദീൻ കണ്ട ഒരു സാധ്യത. പിന്നീട് ഒരു പുസ്തകത്തിൽ അദ്ദേഹം അഫ്ഗാൻ ജനതയെ പുകഴ്ത്തി ഇങ്ങനെ പറയുന്നുണ്ട്: വിദേശ ഭരണത്തിന് കീഴിലുള്ള നാണം കെട്ട ജീവിതത്തിനേക്കാൾ മരണം തിരഞ്ഞെടുക്കുന്ന ധീരന്മാരാണ് അവർ. അഫ്ഗാനിയെ സംബന്ധിച്ചിടത്തോളം ബ്രിട്ടീഷുകാർക്കെതിരായുള്ള സഖ്യം രൂപപ്പെടുത്തുന്നതിന്, പോരാട്ടത്തിന് ഏറ്റവും പറ്റിയ മണ്ണ് തന്നെയായിരുന്നു അത്. അന്നത്തെ അഫ്ഗാനിലെ അമീറിനെ അദ്ദേഹം ഉപദേശിച്ചു, റഷ്യക്കാരുമായി സഖ്യം ചേരുക. കാരണം ജിയോ പൊളിറ്റിക്കൽ രാഷ്ട്രീയ ഘടനയിൽ ബ്രിട്ടീഷുകാരുടെ എതിരാളികളാണവർ. അതുകൊണ്ട് തന്നെ ആ സഖ്യം നമ്മെ ശക്തിപ്പെടുത്തും. ഇങ്ങനെ തൻ്റെ അഫ്ഗാനിസ്ഥാനിലെ രാഷ്ട്രീയ ജീവിതം ബ്രിട്ടീഷുകാർക്കെതിരായുള്ള അണികൾ രൂപപ്പെടുത്താൻ പറ്റിയ അവസരമായിട്ടാണ് അഫ്ഗാനി ഉപയോഗിച്ചത്. എന്നാൽ രാഷ്ട്രീയം ഒരിക്കലും അങ്ങനെ ലളിതമല്ലല്ലോ. 1868 അഫ്ഗാൻ അമീറിന് തൻ്റെ അർദ്ധ സഹോദരനായ ഷേർ അലിയോട് പരാജയപ്പെട്ട് സിംഹാസനം അടിയറ വെക്കേണ്ടി വന്നു. ഷേർ അലിക്കൊരു പിന്തുണ ആവശ്യമായിരുന്നു. അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ സഹായമാണ് തേടിയത്. അങ്ങനെ ബ്രിട്ടീഷ് സഹായം നേടിയെടുത്ത ഷേർ അലിയുടെ ഒന്നാമത്തെ നടപടി മറ്റൊന്നുമായിരുന്നില്ല, ജമാലുദ്ദീൻ അഫ്ഗാനിയെ കാബൂളിൽ നിന്ന് നാട് കടത്തുക. അങ്ങനെ ഒരു രാഷ്ട്രീയ ഉപദേശകൻ എന്ന നിലയിൽ നിന്ന് പെട്ടെന്ന് തന്നെ അദ്ദേഹം ഒരു തടവ് പുള്ളിയായി മാറി. ബാലാ ഹിസാർ കോട്ടയിൽ തടവുകാരനായി നാട് കടത്തപ്പെടാൻ തയ്യാറായി കഴിയവേ അദ്ദേഹം ഒരു കവിത എഴുതുന്നുണ്ട്. അത് ഇങ്ങനെ വായിക്കാം. അദ്ദേഹം പറയുന്നു: ഇംഗ്ലീഷുകാർക്ക് ഞാൻ റഷ്യൻ ചാരൻ, മുസ്ലിങ്ങൾക്ക് സ്വരാഷ്ട്രീയൻ, സുന്നികൾ എന്നെ ഷിയ ആക്കുന്നു, ഷിയാക്കൾക്ക് ഞാൻ അലിയുടെ ശത്രു, മദ്ഹബിൻ്റെ ആളുകൾക്ക് ഞാൻ വഹാബി, ഇമാമിൻ്റെ ആളുകൾക്ക് ഞാൻ ബാബി, ദൈവവിശ്വാസികൾക്ക് ഞാൻ ഭൗതികവാദി, ധർമ്മിഷ്ഠരായവർക്ക് ഞാൻ പാപി, പണ്ഡിതരുടെ കാഴ്ചയിൽ ഞാനൊരു മഠയൻ. അവിശ്വാസികൾ എന്നെ വിളിക്കുന്നില്ല, വിശ്വാസികൾ എന്നെ തിരിച്ചറിയുന്നില്ല. പള്ളിയിൽ നിന്നും അമ്പലത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട നിലയിൽ ഞാൻ ഉഴറുന്നു. ആർക്കൊപ്പം നിൽക്കണം, ആർക്കെതിരെ പൊരുതണം എന്നറിയാതെ ഉഴറുന്നു. ഒരു കൂട്ടരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ എൻ്റെ മുമ്പിൽ വഴികളില്ല. മറ്റൊരു കൂട്ടർക്ക് എതിരിൽ യുദ്ധം ചെയ്യാൻ എനിക്കൊരു ബേസില്ല, വീടില്ല. കാബൂളിലെ ബാലാ ഹിസാറിൽ ബന്ധിതനായ നിലയിൽ ഞാൻ ഇരിക്കുന്നു. ഇനിയും മറനീക്കാത്ത ഭാവി എനിക്കായി എന്ത് കരുതി വച്ചിരിക്കുന്നു എന്നതും കാത്ത്. താൻ എങ്ങനെയാണ് തെറ്റിദ്ധരിക്കപ്പെടുന്നത്? മാറുന്ന പുതിയ കൊളോണിയൽ ലോകത്ത് താൻ എങ്ങനെ അന്യവൽക്കരിക്കപ്പെടുന്നു എന്നത് വ്യക്തമാക്കുന്ന വരികൾ. അങ്ങനെ ഒടുവിൽ അദ്ദേഹത്തിന് നിരാശനായി അഫ്ഗാനിൽ നിന്ന് മടങ്ങേണ്ടി വന്നു. നിരാശാജനകമായ ഇത്തരം പരാജയങ്ങൾ അഫ്ഗാനിയുടെ ജീവിതത്തിൽ പിന്നീട് വന്ന പതിറ്റാണ്ടുകളിൽ പലവട്ടം ആവർത്തിച്ചു. മിക്കപ്പോഴും അദ്ദേഹം തോൽവികളുടെ പക്ഷത്തായിരുന്നു, തോൽക്കുന്നവരുടെ പക്ഷത്തായിരുന്നു. അപ്പോഴെല്ലാം വളരെ വാചാലമായി, മറ്റാരേക്കാളും ഉച്ചത്തിൽ അദ്ദേഹം തൻ്റെ കാലഘട്ടത്തിലെ മുസ്ലിങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരുന്നു:
പടിഞ്ഞാറ് എങ്ങനെയാണ് ഇസ്ലാമിക നാഗരികതയ്ക്ക് വലിയൊരു ഭീഷണിയായി ഉയർന്നു വരുന്നത് എന്ന യാഥാർത്ഥ്യം, കോളനിവൽക്കരണം എന്ന പുതിയ രാഷ്ട്രീയ യാഥാർത്ഥ്യം, അഫ്ഗാനിയുടെ ആ ദീർഘമായ യാത്രകളുടെ കഥയാണ് ഇനിയും തുടരാനുള്ളത്. അഫ്ഗാനിൽ നിന്ന് അദ്ദേഹം പോയത് അടുത്തത് ഇസ്തംബുളിലേക്കായിരുന്നു. ആ കഥയാണ് അടുത്ത അധ്യായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. നന്ദി.